ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു കുട്ടികൾക്കുള്ള ഫ്രോക്കാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. 2 വയസ്സ് പ്രായമുള്ള കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രോക്കാണ്. അതിൻ്റെ റെഫറൻസ് പിക്ക് ഒരു മോഡലിലുള്ള ഒരു ഇതാണ്. ഈ ബോ ചെയ്യേണ്ട ഈ ഒരു ഫ്രോക്കാണ് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത്. അതിനായിട്ട് ഇതാ ഇവിടെ ബ്ലാക്ക് സാറ്റിൻ്റെ മെറ്റീരിയലും പിന്നെ ഈ ഒരു ഫ്രണ്ട് പോർഷനിലേക്കായിട്ട് ഈ ഒരു മെറൂൺ സാറ്റിനുമാണ് കസ്റ്റമർ കൊണ്ടു തന്നിട്ടുള്ളത്. അപ്പോൾ 2 വയസ്സ് പ്രായമായ കുട്ടിക്ക് വേണ്ടിയാണ് ഇത് ചെയ്തെടുക്കാൻ പോകുന്നത്. ലൈനിങ് കോട്ടൻ്റെ ലൈനിങ് ആണ്. തുണിയുടെ മെഷർമെൻറ്റ്സ് പറഞ്ഞുതരാം. ഈ ബ്ലാക്ക് സാറ്റിൻ ക്ലോത്ത് 1.25 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. നോർമൽ വിഡ്ത്തിൽ വരുന്ന സാറ്റിൻ ക്ലോത്ത് തന്നെയാണ്. ഈ മെറൂൺ കളറ് സാറ്റിൻ ക്ലോത്തും 1.5 മീറ്ററാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ലൈനിങ് 1 മീറ്റർ ലൈനിങ് കോട്ടൻ്റെ ലൈനിങ്ങുമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. സ്ട്രാപ്പ് ഡ്രസ്സ് ആയതുകൊണ്ട് നമ്മൾ മുകളിൽ നിന്ന് ഫുള്ളായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് മുകൾ ഭാഗത്ത് സ്ട്രാപ്പ് വരും. അപ്പോൾ വെറുതെ ലൈനിങ് കട്ട് ചെയ്ത് കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാനിപ്പോൾ ആദ്യം പാറ്റേൺ ഒരു പേപ്പറിൽ നമുക്ക് റെഡിയാക്കി കൊടുക്കാം. എന്നിട്ട് ഇത് വെച്ചിട്ട് ലൈനിങ്ങിലേക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വേസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. വേസ്റ്റ് ലെങ്ത്ത് 9 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ട് 10 ഇഞ്ച് നമുക്ക് വേസ്റ്റ് ലെങ്ത്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ലൈൻ ഇട്ട് കൊടുക്കാം. നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ ഒരു 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. 4.5 ഇഞ്ച്. ആം ഹോളും നമുക്ക് 4.5 ഇഞ്ച് തന്നെ കൊടുക്കാം. സ്ട്രാപ്പ് ഡ്രസ്സ് ആയതുകൊണ്ടാണ്. പിന്നെ വരച്ച് കൊടുക്കാം. ഇനി നമുക്ക് ചെസ്റ്റ് റൗണ്ട് 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ചെസ്റ്റ് 20 ഇഞ്ചാണ് വരുന്നത്. ബോഡിയിൽ നിന്ന് എടുത്താൽ നമ്മൾ +4 കൊടുക്കും. ഇപ്പോൾ 24 കിട്ടും. അതിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 6 കിട്ടും. അങ്ങനെ 6 ഇഞ്ച് നമുക്ക് കൊടുക്കാം. പിന്നെ 2 ഇഞ്ച് ഞാൻ തയ്യൽ തുമ്പിട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യം കഴിഞ്ഞിട്ടാവും ബാക്കി വന്നത് കട്ട് ചെയ്ത് കളയാം. 6.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. 6.5 ഇഞ്ച് കൊടുത്തു. 2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തു. ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് 6.5 ഇഞ്ച് തന്നെ മുകളിലും കൊടുക്കാം, താഴെയും 6.5 ഇഞ്ച് തന്നെ കൊടുക്കാം കേട്ടോ. ഒരു ഷേപ്പ് രസമില്ല. നമുക്കിത് ജസ്റ്റ് ഇങ്ങനെ ആം ഹോളൊന്ന് ഇതുപോലെ വരച്ച് കൊടുക്കാം. ഇതുപോലെ ഷേപ്പ് വരച്ച് കൊടുക്കാം. നമുക്കിവിടെ നെക്ക് വിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം സ്ട്രാപ്പ് അല്ലേ. അപ്പോൾ നമുക്ക് ഒരു 3.5 ഇഞ്ചിൽ നമുക്ക് സ്ട്രാപ്പ് കൊടുക്കാം. ഇവിടെ ഇങ്ങനെ നമുക്ക് സ്ട്രാപ്പ് വരും. നെക്ക് ലെങ്ത്ത് നമുക്ക് 3.5 ഇഞ്ച് തന്നെ കൊടുക്കാം. 3.5 ഇഞ്ച് കൊടുത്തു. അപ്പം ഇവിടെ നിന്ന് നമുക്ക് ഈ ഷോൾഡറിൻ്റെ അവിടത്തേക്കുള്ള ഫ്രഞ്ച് കയറി വെച്ചിട്ട് നമുക്ക് ഇത് ഇവിടത്തേക്ക് ഇങ്ങനെ ജോയിൻ ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മെഷർമെൻറ്റ്സ്. ഇത് 3.5 ഇഞ്ച് നമുക്ക് ഓർത്ത് വെക്കാം. സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആവശ്യം വരും. നമുക്ക് ഇവിടെ ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ 1/2 ഇഞ്ച് ഇവിടത്തേക്ക് കയറ്റിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ടും കൂടി വരച്ച് കൊടുക്കാം. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും നമുക്ക് ലൈനിങ് കട്ട് ചെയ്യണ്ടു. നമ്മൾ ഫുള്ളായിട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്ന സമയത്ത് മുകൾ ഭാഗത്തെ തുണി വേസ്റ്റായി പോകും. ബാക്കിൽ നമ്മൾ സിബ് വെക്കുന്നുണ്ട്. അപ്പോൾ ബാക്ക് വശം ആദ്യം നമുക്ക് ബാക്ക് കട്ട് ചെയ്തെടുക്കാമേ. ഇതിപ്പം ഇങ്ങനെ ഓപ്പൺ വരുന്ന ഭാഗമാണല്ലോ. ഓപ്പൺ വരുന്ന ഭാഗത്ത് നമ്മൾ പാറ്റേൺ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വെച്ച് കൊടുക്കും. ഇവിടെ നമുക്ക് സിബ് അടിച്ചു കൊടുക്കാൻ ഒരു ഗ്യാപ്പ് വെച്ചിട്ടിട്ട് ഇങ്ങനെ നമുക്ക് മാർക്ക് ചെയ്തിട്ട് ബാക്ക് വശം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി ഫ്രണ്ട് വശം കട്ട് ചെയ്ത് കൊടുക്കാം. അഡ്ജസ്റ്റ് ചെയ്തിട്ട് കട്ട് ചെയ്യാമേ. അപ്പോൾ ഇങ്ങനെ വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി അഡ്ജസ്റ്റ് ആയിട്ട് കിട്ടും. ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്യാം. ഇതാണ് ഫോൾഡ് വരുന്ന ഭാഗം. ഫോൾഡ് വരുന്ന ഭാഗത്താണ് കട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഫോൾഡ് അപ്പോൾ ഫ്രണ്ടിലേക്കുള്ള ലൈനിങ്ങും കട്ട് ചെയ്തു. ഇനി നമുക്ക് ഈ ലൈനിങ് കട്ട് ചെയ്തതുപോലെ തന്നെ മെയിൻ ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്ക് വശം കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു അരികു വശം ഉണ്ടാവില്ല, അവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇതുപോലെ നൂല് വലിയുന്ന ഒരു പ്രോബ്ലം ഉണ്ടാവില്ല.
ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കാം. മെയിൻ ക്ലോത്ത് ലൈനിങ്ങിന് കണക്കായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ലൈനിങ് എന്ന് പറയുമ്പോൾ അതിനെക്കാട്ടും ഒരു കുറച്ച് എല്ലാ സൈഡിൽ ഞാൻ എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ബാക്ക് പോർഷനിലും എല്ലാം കട്ട് ചെയ്തെടുത്തു. ഇതുപോലെ 2 സ്ട്രാപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് 2 പീസ് തുണി എടുത്തിട്ടുണ്ട്. ഇത് ബ്ലാക്ക് ആയതുകൊണ്ട് കാണുന്നുണ്ടാവില്ല എന്നറിയാം. ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാനൊന്നും ഇല്ല എൻ്റെ കയ്യിൽ, അതാണ്. ഇതിപ്പോൾ ഇതിൻ്റെ വിട്ട് 1.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ലെങ്ത്ത് ഒരു പീസ് 7 ഇഞ്ചുണ്ട്, അല്ല 8 ഇഞ്ചുണ്ട്. കാരണം നമുക്ക് 3.5 ഇഞ്ചാണ് വേണ്ടുന്നത്. പിന്നെ 2 സൈഡിലേക്കുള്ള തയ്യൽ തുമ്പടക്കം 8 ഇഞ്ചാണ് ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. 2 പീസ് അതുണ്ട്. ഇനി നമുക്ക് താഴെ സ്കേർട്ട് പോർഷനിലേക്ക് വരുമ്പം ഫുൾ ലെങ്ത്ത് നമുക്ക് 21 ഇഞ്ചാണ്. അതിൻ്റെ അന്ന് 9 ഇഞ്ച് നമുക്ക് യോക്ക് പോയി. ബാക്കിയുള്ളതാണ് നമ്മൾ സ്കേർട്ടിനായിട്ട് എടുക്കേണ്ടത്. ഇഞ്ചാണ് സ്കേർട്ടിൻ്റെ ലെങ്ത്ത് വേണ്ടുന്നത്. താഴെ ഭാഗം നമുക്ക് കുറച്ച് വീതിക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരു 2 ഇഞ്ച് 2.5 ഇഞ്ചോളം നമുക്ക് താഴെ ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാം. അപ്പോൾ 12 + 2 14 ഇഞ്ച്. പിന്നെ മുകളിലേക്ക് 1/2 ഇഞ്ച് ജോയിൻ ചെയ്യാനും, അപ്പോൾ 14.5, ടോട്ടൽ 15 എടുക്കാം. 15 ഇഞ്ച് ലെങ്ത്ത് വെക്കാം. ഈ ക്ലോത്ത് ഞാൻ 4 മടക്കിയിടുന്നുണ്ട്. ഇതിപ്പം ബാക്കി വന്ന ആ ക്ലോത്ത് ഞാൻ 4 മടക്കിയിട്ട് കൊടുത്തു. ഇനി നമുക്ക് 15 ഇഞ്ച് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ മെയിൻ ക്ലോത്തൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഓഫ് ഷോൾഡറിൽ വരുന്ന ആ ഒരു ഡിസൈൻ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്യാൻവാസ് എടുക്കാം. ക്യാൻവാസ് എടുത്തിട്ട് ഫുൾ ഷോൾഡർ ഫുൾ റൗണ്ട് ആണെന്ന് നോക്കിയാൽ അപ്പോൾ 25 ഇഞ്ചാണ് കിട്ടിയത്. അത് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ 2 സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ലെങ്ത്ത് 8 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ 3.5 ഇഞ്ചായിരുന്നു നെക്കിൻ്റെ ലെങ്ത്ത് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ഡബിളായിട്ടാണ് ഈ സ്ട്രാപ്പിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതാ ഇതുപോലെയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്താണ് ഇപ്പോൾ ലൈനിങ് വെച്ചിട്ടുള്ളത്. ലൈനിങ്ങിൻ്റെ മെയിൻ ക്ലോത്തിൻ്റെ ഇടയിലായിട്ടാണ് ഈ സ്ട്രാപ്പ് വെച്ച് കൊടുക്കുന്നത്. അതും താഴേക്ക് വരുന്ന രീതിക്ക് ഈ വീഡിയോ കാണുന്ന പോലെ. എന്നിട്ട് നമ്മളിത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തയ്യൽ തുമ്പ് വിട്ടിട്ടായിരിക്കുമല്ലോ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ആ ഒരു തയ്യൽ തുമ്പ് വന്ന് നിൽക്കുന്ന ആ ഒരു പോയിന്റിലായിരിക്കണം നമ്മൾ സ്ട്രാപ്പ് വെച്ച് കൊടുക്കേണ്ടത്. അങ്ങനെയാകുമ്പോൾ നമ്മൾ നല്ല ഫിനിഷിങ്ങിൽ കിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് അതൊന്ന് അവിടെ പിൻ ചെയ്ത് കൊടുക്കാം. ഇപ്പുറത്തെ സൈഡിലും അതേപോലെ തന്നെ സ്ട്രാപ്പ് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഈ എക്സ്ട്രാ വരുന്ന പീസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് സ്റ്റിച്ചിന് കൊള്ളാത്ത രീതിക്ക് ചെറിയ ചെറിയ കട്ടുകൾ ഇട്ടിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് പതിച്ച് സ്റ്റിച്ചും കൂടി ചെയ്തെടുക്കാം. നമുക്ക് ബാക്ക് വശം എടുത്തിട്ട് അതിൻ്റെ അകത്തും കൂടി ഈ സ്ട്രാപ്പ് ഒന്ന് വെച്ച് കൊടുക്കാം. സ്ട്രാപ്പ് വെച്ച് കൊടുക്കുന്നതിന് മുന്നേ നമ്മളൊന്ന് ലെങ്ത്ത് മെഷർ ചെയ്ത് കൊടുക്കണം. നമ്മളിപ്പോൾ 3.5 ഇഞ്ചായിരുന്നു നെക്ക് ലെങ്ത്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഡബിൾ വരുമ്പം 7 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഈ 7 ഇഞ്ച് വരുന്ന ആ പോയിന്റിലാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു സ്ട്രാപ്പ് വെച്ച് കൊടുക്കാം. സ്ട്രാപ്പ് നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് വെച്ച് കൊടുത്തതുപോലെ തന്നെ താഴെ നിന്ന് മുകളിലേക്കായിട്ടാണ് വെച്ച് കൊടുക്കേണ്ടത്. മെയിൻ ക്ലോത്തിൻ്റെയും ലൈനിങ് ക്ലോത്തിൻ്റെ ഇടയിൽ വെച്ചിട്ട്. അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ എവിടെയാണോ സ്റ്റിച്ച് ചെയ്യുക ആ സ്റ്റിച്ചിൻ്റെ ലൈനിലായിരിക്കണം നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത ആ ലെങ്ത്തിൻ്റെ ലൈൻ മുട്ടേണ്ടത്. അപ്പം അങ്ങനെ ഒന്ന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല എളുപ്പമാണ്. എന്നിട്ട് നമുക്ക് ഇത് നേരത്തെ ചെയ്തതുപോലെ പിൻ ചെയ്യാം. ഇത് ബാക്ക് വശത്തെ സ്ട്രാപ്പ് ഫിറ്റ് ചെയ്യുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കണേ. നമ്മൾ തിരിച്ചിട്ടെടുക്കുമ്പം ഭാഗം മാറിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റിനില്ലേ വെക്കുന്നതെന്ന് നോക്കിയിട്ട് വേണം സ്റ്റിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ പിന്നേത് നോക്കിയതിന് ശേഷം പിന്നേത് വെച്ചതിന് ശേഷം നമ്മളൊന്ന് തിരിച്ചിട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്തോട്ടെ. തിരിഞ്ഞു പോകാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ നിങ്ങൾ കമൻ്റൊന്നും ചെയ്യുന്നില്ല കേട്ടോ. വീഡിയോ കാണുന്നവർ പോലും ഒരു ലൈക്കോ കമൻറ്റോ ഒന്നും തരുന്നില്ലേ. അതും കൂടി ഒന്ന് മറക്കാണ്ട് ചെയ്തേക്കണേ. അപ്പോൾ അതാ നമ്മൾ അത് സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ. ഇനി നമുക്ക് നേരത്തെ ചെയ്തതുപോലെ എക്സ്ട്രാ വന്ന ആ ഒരു ഫാബ്രിക്കൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ തിരിച്ചിട്ടെടുത്തു. ഇനി നമുക്ക് ഈ ബാക്ക് വശത്തേക്ക് സിബ് വെച്ച് കൊടുക്കാം. ഇൻവിസിബിൾ സിബ്ബാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഒരു 1/2 ഇഞ്ച് ആദ്യം കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ വിട്ടിരുന്നില്ലേ. അപ്പോൾ അതൊന്ന് ഞാൻ ഇവിടെ നല്ല ക്ലോത്തിലേക്ക് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സിബ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ അതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആദ്യം സിബിൻ്റെ സ്റ്റാർട്ടിങ് നമ്മൾ എവിടെയാണോ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങേണ്ടതെന്നുള്ളത് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ എൻഡിങ്ങും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ സിബ് ഇതുപോലെ ജസ്റ്റ് ഓപ്പൺ ആക്കി കൊടുത്തിട്ട് നേരെ ഓപ്പോസിറ്റേക്ക്
ഇങ്ങനെ തിരിച്ച് വെച്ച് കൊടുക്കാം. അതായത് നമ്മൾ ആ ഒരു ലൈൻ മാർക്ക് ചെയ്തതിലേക്ക് ഈ സിബിൻ്റെ പല്ല് വരുന്ന രീതിക്ക് വെച്ച് കൊടുക്കാം. അപ്പുറത്തെ വശവും കറക്റ്റായിട്ട് അതുപോലെ തന്നെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വൺ സൈഡ് ഫൂട്ട് വെച്ചിട്ട് അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആ സിബൊക്കെ വെച്ചു. ഇനി നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് നോക്കുമ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടേ. ഈ സിബിൻ്റെ മുകളിൽ വരുന്ന ഈ ഒരു ഭാഗം ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് അവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല നീറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതാ സിബൊക്കെ ഫിനിഷ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇത് നല്ല വശം തിരിച്ച് വെച്ചിട്ട് ആ സൈഡ് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് നമ്മൾ ആ സ്ട്രാപ്പൊക്കെ ലെവലാക്കി വെച്ചിട്ട് ആദ്യം ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് രണ്ട് സൈഡിലേക്കും നമ്മുടെ 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതാ നമ്മൾ സൈഡൊക്കെ ജോയിൻ ചെയ്ത് കൊടുത്തു. എക്സ്ട്രാ വന്നിട്ടുള്ള തുണിയൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ താഴെ ഭാഗത്തേക്കില്ലേ സ്കേർട്ട് പോർഷൻ നമുക്ക് റെഡിയാക്കി കൊടുക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ 2 പീസ് തുണി എടുക്കുക. എന്നിട്ട് അത് ആ 2 പീസ് തുണിയും ഒന്നായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലൂസ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം അത് ഗ്യാദേഴ്സ് ആക്കിയിട്ട് എടുക്കാം. ലൈനിങ് ക്ലോത്തും ഇതേപോലെ രണ്ട് പീസ് ഉണ്ടായത് ജോയിൻ ചെയ്തിട്ട് വേസ്റ്റിൻ്റെ അളവിനനുസരിച്ചിട്ട് പ്ലീറ്റ് ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആ ഒരു ഗ്യാദേഴ്സ് ഇട്ട് കൊടുത്ത ആ ഒരു പീസ് വെച്ച് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് സ്റ്റിച്ച് ചെയ്തെടുത്ത് ഇനി നമുക്ക് ഇത് നമ്മുടെ ആ യോക്ക് പോർഷൻ്റെ നല്ല വശത്തേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ ഉണ്ടല്ല ഈ സ്റ്റിച്ചിങ് വീഡിയോ എടുക്കൽ എന്ന് പറയുന്നതും അത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര മെനക്കേടുള്ള ജോലി തന്നെയാണ്. എന്നാലും ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോസ് കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്തിട്ടും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതാ നമ്മൾ അതൊക്കെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലെങ്ത്തിനനുസരിച്ച് താഴെ ഭാഗം കൂടി ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതൊന്നും ഞാൻ വീഡിയോ കാണിക്കുന്നില്ല കേട്ടോ. ഇത് കഴിഞ്ഞിട്ടുള്ളതാണ് ഇതിൻ്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. ആ ഒരു ഓഫ് ഷോൾഡർ ടൈപ്പിലുള്ള ഒരു റഫിൾഡ് സ്ട്രാപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ആ ഒരു സ്ട്രാപ്പിന് വേണ്ടിയിട്ട് 30 ഇഞ്ച് ലെങ്ത്തിലും 1.5 ഇഞ്ച് വീതിയിലും ഒരു ക്യാൻവാസ് എടുത്തിട്ട് അത് നമ്മുടെ ക്ലോത്തിൻ്റെ നല്ല ചീത്ത വശത്തേക്ക് വെച്ചിട്ട് അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 പീസ് തുണിയാണ് വേണ്ടുന്നത്. അതൊന്ന് മറിച്ചിട്ടിട്ട് എടുക്കണം നമുക്ക്. അപ്പോൾ ആദ്യം 2.5 ഇഞ്ചായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ കുറച്ചിട്ട് 1.5 ഇഞ്ച് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കാണിക്കുന്നത് 2.5 ഇഞ്ച് വീതിയിലാണ്, അതുകൊണ്ടാണ് കുറച്ച് വീതി തോന്നുന്നത്. അപ്പോൾ അത് കുറച്ചിട്ട് 1.5 ഇഞ്ച് വീതിക്കാന്ന് ഇപ്പോൾ സ്ട്രാപ്പ് ഞാൻ ശരിക്കും ഫൈനലായിട്ട് ചെയ്ത് കൊടുത്തത്. അത് 2 പീസ് തുണിയും കൂട്ടിയിട്ട് 4 സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തിരിച്ചെടുക്കാനായിട്ട് ചെറിയൊരു ഗ്യാപ്പ് വിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഗ്യാപ്പിലൂടെ നമുക്ക് തിരിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതാ സ്ട്രാപ്പ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന് കൊടുക്കാനുള്ള റഫിൾസ് റെഡിയാക്കാം. അതിനായിട്ട് ഇവിടെ 6 ഇഞ്ച് വീതിയിലുള്ള നല്ല നീളത്തിലുള്ള ഒരു പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത്. 1-2 പീസൊക്കെ വേണ്ടി വരും. ഞാനിപ്പോൾ 2 പീസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഒരു പീസ് മാത്രമാണ് കാണിച്ചത്. എന്നിട്ട് അത് നമുക്ക് നല്ല വശം ഉള്ളിൽ വരുന്ന രീതിക്ക് വെച്ചിട്ട് ചെയ്തതിന് ശേഷം അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ഒരു ട്യൂബ് പോലെ കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അതിനായിട്ട് എങ്ങനെ ഇത് ചെയ്തെടുക്കുക എന്നുള്ളത് എനിക്ക് ആദ്യം ഒരു ഐഡിയ ഉണ്ടായിട്ടില്ല. കുറേ ചെയ്ത് നോക്കിയിട്ടാണ് പിന്നെ ഏകദേശം ഒരു കറക്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇതെടുത്തിട്ട് ഒരു വലിയ നൂലെടുത്തതിന് ശേഷം സൂചി കൊടുത്തിട്ട് നൂലെടുത്തതിന് ശേഷം അത് ഒരു റണ്ണിങ് സ്റ്റിച്ച് പോലെ കൊടുക്കുക ചെയ്യുന്നത്. കറക്റ്റ് റണ്ണിങ് സ്റ്റിച്ച് നേരെയുള്ള സ്റ്റിച്ചല്ല, ഇങ്ങനെ ക്രോസ് ആയിട്ടും അങ്ങനെയൊക്കെ. അതായത് ആ സ്റ്റിച്ച് സെൻറ്ററിൽ തന്നെ വെക്കാണ്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി വെച്ചിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ക്രോസ് സ്റ്റിച്ച് കൊടുക്കുക ചെയ്യുന്നത് റണ്ണിങ് സ്റ്റിച്ച്. എന്നിട്ട് അതൊന്ന് വലിച്ചു കൊടുക്കുമ്പം ഏകദേശം ആ ഒരു റെഫറൻസ് പിക്കിൽ കിട്ടിയതുപോലെ കിട്ടുന്നുണ്ടായിരുന്നേ. അങ്ങനെ ഞാൻ വെച്ച് കൊടുത്തത്. പിന്നെയാണ് എനിക്കൊരു ബുദ്ധി വന്നത്, നമ്മുടെ ആ ഒരു സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്തില്ലേ അതിൻ്റെ മുകളിലേക്ക് ആദ്യം ഇതുപോലെ ഒരു
എന്താ പറയുക, ഒരു ഇതുപോലെ ട്യൂബ് പോലെ ആക്കി വെച്ചിട്ട് അത് ചെറിയൊരു പ്ലേറ്റ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ പിന്നെ ഒരു റഫിൾസും കൂടി വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കൂടി ഹെവി ആയിട്ട് തോന്നും. പക്ഷേ ഇത് സാറ്റിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് ഈ ആ ഫ്രോക്കിന് ഭയങ്കര വെയിറ്റ് ആയിട്ട് വരുന്നുണ്ട്. അത് ഓർഗൻസൊക്കെ ആണെങ്കിൽ നമുക്ക് വെയിറ്റ് ഇല്ലാണ്ട് നമുക്ക് എത്ര ഒരുപാട് ഇങ്ങനെ റഫിൾസ് വെച്ച് കൊടുത്താലും പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. അപ്പം ഏകദേശം ഞാൻ എന്നിട്ട് ഒപ്പിച്ചിട്ട് കസ്റ്റമർക്ക് ഫോട്ടോ ഇട്ട് കൊടുത്തപ്പോൾ കസ്റ്റമർ ഓക്കെ പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഞാൻ അതിൻ്റെ അകത്ത് കൂടുതൽ ആഡംബരം എന്നാക്കാൻ നിന്നിട്ടില്ലേ. അപ്പോൾ എന്നിട്ട് ഇതുപോലെ റഫിൾസ് ഉണ്ടാക്കിയെടുത്തു. അത് ആ സ്ട്രാപ്പിൻ്റെ മുകളിൽ വെച്ചിട്ട് ആദ്യം ഒന്ന് പശ വെച്ച് ഒട്ടിച്ചു കൊടുത്തു. അതിന് ശേഷം പിന്നെ ഒന്നും കൂടി ഉറപ്പിച്ചിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇടയിലിടയിലായിട്ട് ചെറിയ ചെറിയ തുന്നലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇനി നമുക്ക് ഈ ഫ്രോക്കിലേക്ക് ഇതിങ്ങനെ വെച്ച് കൊടുക്കാം. ആദ്യം അതിൻ്റെ ആ ഒരു എൻഡിങ് പോർഷൻ നമ്മുടെ ബാക്കിൽ സിബിൻ്റെ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷൻ നമ്മുടെ ഫ്രോക്കിൻ്റെ സെൻറ്റർ പോർഷനായിട്ട് ജോയിൻ ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മുടെ ഈ ഒരു ഷോൾഡറിൻ്റെ ആ സ്ട്രാപ്പ് വരുന്ന ആ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഭാഗത്ത് മാത്രമേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഹാം ഹോളിൻ്റെ അവിടെ കുറച്ച് എക്സ്ട്രാ തുണി ഇങ്ങനെ നിൽക്കും. അങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ എനിക്ക് ഇത് വീഡിയോ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല, അതാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നത്. അതിൻ്റെ ആ ഒരു റഫിൾസ് വെച്ച് കൊടുത്തതിൻ്റെ തയ്യൽ തുമ്പൊക്കെ ഉള്ളിലേക്ക് മടക്കിയിട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ആ സിബിൻ്റെ കറക്റ്റ് ആ ഒരു പൊസിഷനിൽ വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് അതേപോലെ നമ്മൾ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൂടുതലൊന്നും കാണിക്കാൻ പറ്റിയില്ല. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. കസ്റ്റമർക്കൊക്കെ ഇഷ്ടമായി. പക്ഷേ ഇത് നല്ല സാറ്റിൻ മെറ്റീരിയൽ ആയതുകൊണ്ട് നല്ല വെയിറ്റ് വരുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി റഫിൾസൊക്കെ നമുക്ക് കൊടുക്കായിരുന്നു. പക്ഷേ ഇത് നല്ല ഭംഗിയുണ്ട് അല്ലേ, കളർ കോമ്പിനേഷനും സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിനോ ഇല്ലയോ എന്നല്ലോ ഒന്ന് കമൻറ്റ് ചെയ്യണേ ദയവ് ചെയ്തിട്ട്. എന്ത് അഭിപ്രായമല്ലേ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണം. അതേപോലെ ലൈക്കും ചെയ്യണം. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കുറച്ചൊരു എനർജിയൊക്കെ ഉള്ളൂ എനിക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ കുറച്ച് മടിച്ചായി പോയതിന് കാരണം നിങ്ങൾ തന്നെയാണ്. അപ്പം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. നമുക്ക് 10K ആയിട്ടാകുമ്പോൾ ഗിവ് അവേ ഒക്കെ ചെയ്യാനുള്ളതാണെന്ന് ഓർക്കണം കേട്ടോ. അപ്പം അടുത്ത വീഡിയോ ആയിട്ടാണ്. ബൈ.